ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഗോപാലേട്ടൻ ശാരികയോട് പറയുന്നു, എന്തായാലും ഇനി രാജീവും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി. വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളല്ലേ രാജീവ്. അപ്പോൾ അമ്മയോടുള്ള ഇഷ്ടക്കേടും അമ്മയെ കുറ്റപ്പെടുത്തുന്നതൊക്കെ അവന് സഹിച്ചെന്ന് വരില്ല. ഞങ്ങൾ പറയുന്നത് നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്ടക്കേട് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഗോപാലേട്ടനും ശാരദാമ്മയുടെ ശാരിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടെ അങ്ങോട്ട് വരുവാണ്. പപ്പിയും സത്യയും നല്ലതുപോലൊക്കെ ഒരുങ്ങി അങ്ങനെ ഇരിക്കുവാണ്. അവരെ കണ്ടുകൊണ്ട് ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നു, അല്ല എവിടെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങി ഇവിടെ ഇരിക്കുമായിരുന്നു. പാർക്കിലോ ബീച്ചിലോ എങ്ങാനോ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ വരാൻ താമസിച്ചതുകൊണ്ട് ഞങ്ങൾ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വിഷ്ണു പറയാം, എന്നാൽ എൻ്റെ പൊന്നു മക്കൾ ബുക്ക് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് പോകാൻ റെഡിയായിക്കോ. നമ്മൾ പോകാൻ പോകുന്നതേ പാർക്കിലും ബീച്ചിലൊന്നും അല്ല, നമ്മളെടുത്ത പുതിയ വാടക വീട്ടിലോട്ടാ. വാടക വീട്ടിലോട്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. വാ, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു മക്കളെ രണ്ടുപേരെയും കൂട്ടി ശാലിനിയായിട്ട് അകത്തോട്ട് വരുവാണ്. അപ്പോൾ ഗോപാലേട്ടനും ശാരദാമ്മയും ശാരിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ എവിടെയോ കറങ്ങാൻ പോവാണെന്നും പറഞ്ഞിരിക്കുമായിരുന്നല്ലോ കുട്ടികൾ. ഓ, അങ്ങനെ അതിൻ്റെ ഭൂതിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു മക്കളില്ലേ. എന്നാലേ അമ്മ ഞങ്ങൾ ആ വാടക വീട്ടിലോട്ട് താമസം മാറിയാലോ എന്നിങ്ങനെ ആലോചിക്കുവാണ് എന്ന് ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ എത്ര ദിവസമെന്ന് കരുതിയാ ആ വീട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അടച്ചിടുന്നത് എന്നിങ്ങനെ വിഷ്ണുവും പറയുവാണ്. ശാരദാമ്മ ഒരു സംശയത്തോടെ അവരെ നോക്കിയിട്ട് ചോദിക്കും, ഇപ്പോഴോ ഈ സന്ധ്യയ്ക്കാണോ നിങ്ങൾ പോകാനൊരുങ്ങുന്നത്? അപ്പോൾ വിഷ്ണു പറയുന്നത്, അല്ലെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സമയം ആകുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ചയാകണം, അന്നാണെങ്കിൽ എടുപ്പത് പണിയും കാണും. പിന്നെ ഇവിടെ അടുത്തല്ലേ, അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളും അടുത്താണ്, അവർക്കാണെങ്കിൽ അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ശാരദാമ്മയ്ക്ക് അപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ശാരദാമ്മയ്ക്ക് ഇവരെ പിരിയാനും പറ്റുന്നില്ല, കുട്ടികളെ കാണാതിരിക്കാനും പറ്റില്ല. എന്നാലും ഈ സമയത്ത് ഈ സന്ധ്യയ്ക്ക് പോകണോ എന്നാ ഞാൻ ചോദിക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞു, അതിനെന്താ ശാരദയെ, അവർ പൊയ്ക്കോട്ടെ. വിഷ്ണു പപ്പിയോടും സത്യയോടും പറയുന്നത്, നിങ്ങളെ എന്താന്ന് വെച്ചാൽ എളുപ്പം പോയൊക്കെ എടുത്തോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. വന്നേ എളുപ്പം വന്നേ എന്നും പറഞ്ഞ് വിഷ്ണു വളരെ സന്തോഷത്തോടെ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ശാലിനി അവിടെ നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നു, അല്ല നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയം വരെ ഈ കുട്ടികളെ ആര് നോക്കും? ശാലിനി പറയുന്നു, അമ്മ അതിനൊക്കെ ആളെ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ജയശ്രീ നല്ല കുട്ടിയാണ്, അവൾ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ നോക്കിക്കോളും. ശാരദാമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. വീണ്ടും ശാലിനിയോട് ചോദിക്കുക, മോളെ ഇന്ന് തന്നെ പോണോ? ഇല്ലമ്മേ പോണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അകത്തുനിന്ന് ശാലിനി എന്ന് വിളിക്കുന്നത്, അതാ വിളിക്കുന്നത്, നീ പൊയ്ക്കോ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് അകത്തോട്ട് കയറി പോവുകയാണ്. എന്താ ഗോപാലേട്ട ഇത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഗോപാലേട്ടൻ പറയും, അവർ പൊയ്ക്കോട്ടെ, അവരൊരു കുടുംബമായിട്ട് ജീവിക്കട്ടെ, എങ്കിലേ അവർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഗോപാലേട്ടൻ പറയുന്നതും കാര്യമുണ്ട് എന്നിങ്ങനെ ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ശാരികയുടെ മുഖത്തോട്ട് നോക്കുന്നു. ശാരിക ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ശാരികയുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊരു വിഷമത്തിലാണ് ശാരദാമ്മ. ഈ സമയം രാഘവേട്ടൻ ഇങ്ങനെ വാതക്കലിരിക്കുവാണ്. സത്യമ്മ അടുക്കള എന്തൊക്കെയോ പണി ചെയ്യുന്നത്. ഫാമേന്ന് കടന്ന് വിളിക്കുന്നുണ്ട്. ഓ, ഈ മനുഷ്യനെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കടന്ന് വിളിക്കുന്നത്? എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയത്തതുമില്ല, അടുത്തോട്ട് ചെന്ന് ചോദിക്കണം. ചായയോ മറ്റോ വേണ്ടിയിട്ടാണോ ഇനി വിളിക്കുന്നത്? ദാ വരുന്നോ എന്നൊക്കെ സത്യമ്മ പറയുന്നു. വീണ്ടും രാഘവേട്ടൻ, ഫാമേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താ രാഘവേട്ട, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സത്യാമ്മ അടുത്തോട്ട് വരുമ്പോൾ, വേണ്ട പിള്ള വന്നേക്കുന്ന കണ്ടോ, കുറേ അധികം സാധനങ്ങൾ മേടിച്ചോണ്ടാ വന്നത്. കുറേ അധികം സാധനങ്ങൾ, അതെന്തിനാ അങ്ങനെ മേടിച്ചത്? ഞാൻ പറഞ്ഞ സാധനങ്ങൾ മാത്രം മേടിച്ചാൽ പോരായിരുന്നോ? അപ്പോൾ പിള്ള പറയാം, അല്ല സത്യാമ്മ, ഞാൻ പിന്നെയും കടയിൽ പോകണ്ടേ, നാളെ വിഷ്ണു കുഞ്ഞിൻ്റെ പിറന്നാളല്ലേ. അപ്പോൾ പായസത്തിനുള്ള സേമിയ കൂട്ടും എല്ലാം വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിള്ള അങ്ങനെ പറഞ്ഞത് കേട്ടത് സത്യാമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. പിറന്നാളുകാരനില്ലാതാണോ പിറന്നാൾ ആഘോഷിക്കുന്നത്? അവൻ ഇവിടെ അല്ലല്ലോ ഇപ്പം താമസിക്കുന്നത്, അവിടെയല്ലേ അവൻ്റെ പെണ്ണും പിള്ളേരുടെ കൂടെ ഒപ്പം. അപ്പോഴവിടെയല്ലേ അവൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കേണ്ടത്. ഇവിടെ ഇപ്പം ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണ്? സത്യാമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ രാഘവേട്ടൻ ആകെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അവൻ എന്നിവിടെ നിന്ന് ഇറങ്ങിയോ, എനിക്കിനി അങ്ങനെ ഒരു മകനുമില്ല, അവൻ്റെ ഒരു പിറന്നാളാഘോഷവും എനിക്കിനിയില്ല. ഇവിടെ ഞാൻ എന്നും ഉണ്ടാക്കുന്ന വല്ല കഞ്ഞിയും കറിയൊക്കെ വെക്കും, അത് ഇഷ്ടമുള്ളവർ കഴിക്കുക, അല്ലാത്തവർ പട്ടിണി കിടന്നോ എന്ന് പറയുമ്പോൾ പൊന്നി അകത്തുനിന്നിട്ട് ഇറങ്ങി വന്ന് പൊന്നിന്ന് കേട്ട് വിഷമിച്ച് നിൽക്കുവാണ്. രാഘവേട്ടൻ എന്നിട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ഫാമയോട് പറയാം, പിള്ളയെ മറ്റൊരു ദൂതുവായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ഈ പിറന്നാളാഘോഷം വിഷ്ണു അവൻ്റെ വാടക വീട്ടിൽ നടത്തുന്നുണ്ട്. നമ്മളെ രണ്ടുപേരെ ക്ഷണിക്കാനായിട്ട് അവൻ പിള്ളയെ ചട്ടം കെട്ടി വിട്ടിരിക്കുക. അവൻ ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ അവനൊരു ചമ്മല്. എരിയുന്ന തീയിലോട്ട് എണ്ണ ഒഴിക്കുന്ന പോലായി പോയി രാഘവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യാമ്മയ്ക്ക്, രാഘവേട്ട നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ ഫാമയോട് ഇങ്ങനെ പറയാനായിട്ട്? അവൻ്റെ പിറന്നാളിന് ഞാൻ അവിടെ പോയി പിറന്നാൾ സദ്യ ഉണ്ണണമെന്നോ? അവൻ്റെ ഭാര്യ വെച്ചുണ്ടാക്കുന്ന സദ്യ ഞാൻ പോയി അവിടെ പോയി കഴിക്കണമെന്നാണോ?
ദാണ്ടരാഘവേട്ട, ഈ സത്യഭാമയ്ക്ക് അന്നും ഇന്നും ഒരേ ഒരു വാക്കേ ഉള്ളു. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അവളുടെ അടിമച്ചോറുണ്ണാന് എന്നെ കിട്ടത്തില്ല. അവന് ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്ന് അവൻ എങ്ങനൊരു മകൻ എനിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വല്ലവൻ്റെയും കൊച്ചിന് തന്തയാകാൻ വേണ്ടിയല്ലേ അവൻ അവിടെ പോയി താമസിക്കുന്നത്. എൻ്റെ വാക്കിന് അവൻ ഒരു വിലയും തരാതെ കളക്ടറുടെ വാക്കിനല്ലേ അവൻ വില കൊടുത്തിരിക്കുന്നത്. അതിനെന്തിനാ ഭാമേ നീ ഇത്രയധികം ചൂടാകുന്നത്? നിനക്കിഷ്ടമല്ലെങ്കിൽ നീ പോകണ്ട. ഒരുത്തരും നമ്മളെ വിളിച്ച് അവരുടെ ആഗ്രഹം കൊണ്ട് വിളിച്ചതാണ്. അതിന് കിടന്ന് ഇത്രയധികം ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്തുവാ? രാഘവേട്ട, നിങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ പെറ്റതള്ളയാ എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ? അവൻ്റെ ആദ്യത്തെ പിറന്നാൾ മുതൽ കഴിഞ്ഞ പിറന്നാൾ വരെ നമ്മൾ എത്ര ആഘോഷത്തോടെയാണ് നടത്തിയിരുന്നത്. പുത്തൻ ഉടുപ്പിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് ദീർഘായുസ് തരണേ, സകല ഐശ്വര്യങ്ങളും തരണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം യാതൊരു വിലയില്ല എന്ന് നമ്മൾ സത്യാമ്മ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് കരയുവാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, എന്നത്തെയും പോലെ ഇവിടെ ഞാൻ കഞ്ഞിയും കറിയും വെക്കും. അത് കഴിക്കാവുന്നവർ കഴിക്കും. ഇവിടെ യാതൊരുവിധ ആഘോഷങ്ങളും ഇല്ല. വലിയ സന്തോഷത്തോടെ വിഷ്ണുവിൻ്റെ പിറന്നാളാഘോഷത്തിന് സാധനങ്ങളും വാങ്ങിക്കൊണ്ടു വന്ന് പിള്ളെ ആകെ സങ്കടത്തിൽ നിൽക്കുക. പിള്ളയെ നോക്കിയിട്ട് സത്യാമ്മ പറയാം, ദാണ്ടെ അവൻ്റെ വക്കാലത്തും കൊണ്ട് താൻ എപ്പോഴെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആദ്യം ഇവിടുന്ന് പുറത്താകുന്ന താനായിരിക്കും. സത്യാമ്മയെ എതിർത്ത് പറയാനോ തിരുത്തി പറയാനോ ഒന്നും ആകാതെ പൊന്നിയും പിള്ളയും ആകെ സങ്കടത്തിൽ നിൽക്കുവാണ്. രാഘവട്ടനെ ഒന്ന് സൂക്ഷിച്ച് തുറിച്ച് നോക്കിയിട്ട് സത്യാമ്മ അങ്ങനെ സങ്കടത്തോടെ തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോകുന്നുണ്ട്. രാഘവേട്ടൻ സങ്കടത്തോടെ പറയുന്നത്, പൊന്നി, ഈ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി വെക്ക്. ഇനി നാളെ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഞങ്ങൾ ചെല്ലുമെന്ന് കരുതിയ കുട്ടികളുമൊക്കെ എന്തും വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല. എന്നാലും നാളെ ഒന്നുകൂടെ ഒന്ന് ഭാമയോട് ഞാൻ സംസാരിച്ച് നോക്കാം. വലിയ ദേഷ്യത്തോടെ സത്യഭാമ അകത്തോട്ട് പോയെങ്കിലും അവിടെ മാറി ആകെ സങ്കടപ്പെടുവാണ്. ഈ സമയത്ത് എൻ്റെ മോൻ എൻ്റെ കൂടെ അല്ലേ കാണേണ്ടത്, എന്നെ ധിക്കരിച്ചിട്ട് അവൻ പോയല്ലോ എന്നോർത്തിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അങ്ങനെ വാടക വീട്ടിൽ ശാലിനി ഇരുന്ന് അവിടെ ഫയലുകളൊക്കെ നോക്കുവാണ്. പപ്പിയും സത്യം കൂടെ ഓടി അടുത്തോട്ട് വരുമ്പോൾ ശാലിനി ചോദിക്കുന്നു, എന്തേ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? എല്ലാം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞമ്മേ. എങ്കിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അതേമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. എന്നാലേ അച്ഛൻ രണ്ട് അവിടെ കാണും. അച്ഛനോട് പറ നിങ്ങൾക്ക് ചോറ് വാരിത്തരാൻ. പറ്റില്ല, ഇന്ന് ഞങ്ങൾക്ക് അമ്മ വാരി തന്നാൽ മതി, ചേച്ചിയമ്മ വാരി തന്നാൽ മതി എന്ന് പപ്പിയും നിർബന്ധം പിടിക്കുവാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കി തീർക്കാനുണ്ട്, നിങ്ങൾ വാശി പിടിക്കരുത്. ചെന്ന് അച്ഛനോട് പറ, അച്ഛൻ നിങ്ങൾക്ക് ചോറ് വാരി തരും. ഇല്ല, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, അമ്മ വന്ന് ചോറ് തന്നാലേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുവാണ് സത്യ. ശാലിനി പെട്ടെന്ന് വിഷ്ണുവേട്ടാ എന്നിങ്ങനെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. അതേ വരുന്നു എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് വരുവാണ്. വിഷ്ണുവേട്ട, എനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ഫയലായത്. എനിക്ക് ഒരുപാട് ചെയ്ത് തീർക്കാനുണ്ട് ഇതിനകത്ത്. വിഷ്ണുവേട്ട എന്നാണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഇവർക്ക് ആഹാരം കൊടുക്കും എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന അതേ വാശിയിൽ നിൽക്കുവാണ് കുട്ടികൾ. പപ്പി ഉടനെ പറയാം, ചേച്ചിയമ്മ, എൻ്റെ അമ്മ അടുത്തില്ലാത്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പറയുന്നത്. എൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് ചോറ് വാരി തരുമായിരുന്നല്ലോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വിഷ്ണു പെട്ടെന്നൊരു കൃത്രിമ ദേഷ്യമൊക്കെ അങ്ങോട്ട് അഭിനയിച്ചിട്ട് പറയുന്നത്, മതി മതി മതി, എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് മതി ഫയലൊക്കെ നോക്കേണ്ടത്. എന്താ വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞതല്ലേ ഇത് നാളെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്ന്. അതെ, ഓഫീസിലെ കാര്യമൊക്കെ അങ്ങ് ഓഫീസിൽ, ഇത് വീടാ. ഇവിടെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. വിഷ്ണു അങ്ങനെ കൊച്ചുങ്ങളുടെ മുന്നിൽ വലിയൊരു ഹീറോ ആകാൻ ചമയുവാണ്. ശാലിനിയെ പതുക്കെ കണ്ണിറുക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ കളക്ടറിനൊന്നും ഇല്ല, ഇവിടെ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് കേട്ടേ പഞ്ചപുച്ഛം അടക്കി ഇങ്ങനെ ഇരുന്നോണം എന്നൊക്കെ ശാലിനിയെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട്. താൻ ജോലി സ്ഥലത്ത് വലിയ പുലിയായിരിക്കും, പക്ഷേ ഇവിടെ രാജാക്കന്മാർ ഞങ്ങളാണ്. അതുകൊണ്ട് തനിക്കൊന്ന് അനങ്ങണമെങ്കിൽ ഞങ്ങൾ അനുവാദം വേണം. അതുകൊണ്ട് എഴുന്നേറ്റേ. വിഷ്ണു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനി ഒരുമാതിരി ദേഷ്യത്തോടെയും സ്നേഹത്തോടെയും വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നും പറയല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ആംഗ്യത്തിൽ കാണിക്കുന്നുണ്ട് ശാലിനിയോട്. വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടൻ്റെ മേലുദ്യോഗസ്ഥയാണ്. വിഷ്ണുവേട്ടൻ വെറും കീഴുദ്യോഗസ്ഥൻ. അതെ, മേലുദ്യോഗസ്ഥയൊക്കെ അങ്ങ് കളക്ടറേറ്റിലാണ്. ഇവിടെ ഞാനാണ് മേലുദ്യോഗസ്ഥൻ, ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ. ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്നൊക്കെ കുട്ടികളോടും പറയുമ്പോൾ കുട്ടികളും ചേർന്ന് കൈയടിക്കുവാണ്. വിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശാലിനി എഴുന്നേക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ കോക്കറി കാണിക്കുന്നത്. അയ്യോ പ്ലീസ് എഴുന്നേക്ക്, എന്നെ പിള്ളേരുടെ മുന്നിൽ മാനം കെടുത്തല്ലേ എന്നൊക്കെയാണ് കാണിക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെ അഭിനയം എത്രത്തോളം പോകുമെന്ന് കാണാൻ വേണ്ടി ശാലിനി അവിടെ അടങ്ങിയിരിക്കുവാണ്. വിഷ്ണു പെട്ടെന്ന് ഫയലൊക്കെ അങ്ങോട്ട് മടക്കി വാങ്ങി വെച്ചിട്ട് പറയാം, നാളെ എൻ്റെ പരീക്ഷയാണോ? പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകണം, എഴുന്നേറ്റേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചോറ് കൊടുക്കാൻ നോക്ക് എന്നും പറഞ്ഞ് വിഷ്ണു തമാശയോടെ ശാലിനിയെ വഴക്ക് പറയുവാണ്.
എഴുന്നേറ്റ് ചെന്നേ എന്ന് പറയുമ്പോൾ ശാലിനി എഴുന്നേറ്റ് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. വാ മക്കളെ എന്ന് പറഞ്ഞ് വിഷ്ണു പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. പ്ലേറ്റ് എടുക്ക് എന്നൊക്കെ ശാലിനി അങ്ങ് ധൃതി വെപ്പിക്കുവാണ് വിഷ്ണു. എൻ്റെ മക്കൾക്ക് ചോറങ്ങോട്ട് വിളമ്പിക്ക് എന്നൊക്കെ ഇങ്ങനെ അധികാരത്തോടെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് വിഷ്ണു ചെയ്യുന്നത്. അതൊക്കെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് ചോറൊക്കെ വിളമ്പുമ്പോൾ പപ്പിമോള് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ചോറൂടെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ. വേഗം വിളമ്പമ്മേ, എന്തോ നോക്കി നിൽക്കുക, ആ കറികളൊക്കെ ഇങ്ങോട്ട് ഒഴുക്കി എന്ന് സത്യം പറയുവാണ്. വിഷ്ണു ഇങ്ങനെ ഇതെല്ലാം കണ്ട് ചിരി വരുന്നുണ്ട്. ശാലിനിയാണ് ഈ ചിരി മനസ്സിലൊതുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുവാണ്. വിഷ്ണു ഇങ്ങനെ കണ്ണടച്ചൊക്കെ കാണിക്കുന്ന റൊമാൻറ്റിക് മൂഡിൽ ചിരിച്ചൊക്കെ കാണിക്കുന്നത് പ്ലീസ് കുട്ടികളുടെ മുന്നിൽ വെച്ചൊന്നും പറയല്ലേ എന്നാണ് കാണിക്കുന്നത്. വീണ്ടും കറികളൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചിളക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി വീണ്ടും വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് ശാലിനി അങ്ങനെ ഭക്ഷണമൊക്കെ കുഴച്ച് സത്യയ്ക്കും പപ്പിക്കും കൊടുക്കുമ്പോൾ അപ്പോഴും വലിയ കുട്ടിക്കില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അപ്പോൾ പിള്ളേർ സത്യം പറയുന്നു, കൊടമ്മേ അച്ഛനോടെ കൊടുക്കമ്മേ എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനും ചോറ് വാരി കൊടുക്കുന്നുണ്ട്. മക്കൾക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ അതൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ച് തന്നോളാം, ഇവിടെ ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് വിഷ്ണു. അച്ഛൻ്റെ ഈ ഡാം ഡൂം പരിപാടികളൊന്നും പപ്പിയും സത്യമായിട്ട് അറിയുന്നില്ല. അവർ വിചാരിച്ചിരിക്കുന്ന അച്ഛൻ വലിയ ഹീറോയാണ്, അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അമ്മ പേടിച്ച് ചെയ്യുവാണെന്നൊക്കെയാണ്. ഈ സമയം നൂർജഹാൻ കട്ടിലിരുന്നുകൊണ്ട് അനൂപിനെക്കുറിച്ച് ഓർക്കുവാണ്. അവരന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടന്നതും ആ രംഗമൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് നൂർജഹാൻ. ആ സമയത്ത് അബൂബക്കർ അങ്ങോട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നു. അവൻ വലിയ ദേഷ്യമൊന്നും കാണിക്കാതെ ഭയങ്കര സ്നേഹത്തോടെയും വളരെ ശാന്തനായിട്ടാണ് വരുന്നത്. അതെന്തിനാണെന്നുള്ളത് പിന്നീട് നമുക്ക് അറിയത്തുള്ളൂ. പുലി പതുങ്ങുന്നത് ഇരയെ പിടിക്കാനാണല്ലോ. അബൂബക്കർ സുബൈദ എന്നിങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുബൈദ അങ്ങോട്ട് വരുവാണ്. എന്താ എന്നെ വിളിച്ചായിരുന്നോ എന്നും ചോദിച്ച് സുബൈദ വരുമ്പോൾ പെട്ടെന്ന് അബൂബക്കർ വളരെ ശാന്തനായിട്ട്, നിങ്ങളെല്ലാവരും എനിക്കൊരു വില്ലൻ്റെ പരിവേഷമാണ് തന്നിരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. സുബൈദ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇയാൾ എന്തോ ഈ പറയുന്നത്? ഞാൻ അത്ര നീതനായ ഒരു മൃഗമൊന്നും അല്ല, എന്നിലും ഒരു മനുഷ്യനുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കുണ്ടായ തീരാ നഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇതെല്ലാം അടുത്ത മുറിയിൽ നിന്ന് നമ്മുടെ നൂർജഹാൻ കേൾക്കുന്നുണ്ട്. നൂർജഹാനും അന്തം വിട്ട് നിൽക്കുക. എന്താണ് ഈ മാമ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താണ് നിൻ്റെ പിൻപുറം എന്നിങ്ങനെ അവളും ആലോചിക്കുവാണ്. അബൂബക്കർ സുബൈദയോട് പറയുന്നു, നീ നൂർജഹാനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. അപ്പോൾ നൂർജഹാൻ അത് കേട്ടോണ്ട് അവൾ അങ്ങോട്ട് വരുവാണ്. നൂർജഹാൻ അങ്ങോട്ട് വരുമ്പോൾ അബൂബക്കർ ഒരു സ്നേഹത്തോടെ നോക്കിയിട്ട് മോൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കി എന്ന് പറയുവാണ്. നൂർജഹാനെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് അബൂബക്കറെ. സുബൈദയും അബൂബക്കറിൻ്റെ ഭാവമാറ്റം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കി നിൽക്കുവാണ്. എൻ്റെ ഭാഗത്തൊന്നും തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും തെറ്റ് തന്നെയാണ്. അങ്ങനത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി, അതൊക്കെ ഇനി അങ്ങ് വിട്ടുകളാം. സുബൈറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ നിന്നെ പഠിപ്പിക്കണമെന്നുള്ളത്, നിൻ്റെയും ആഗ്രഹം തന്നെയാണല്ലോ. അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് സാധിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. എനിക്കോ പഠിക്കാൻ സാധിച്ചില്ല, എൻ്റെ മകനെയോ പഠിപ്പിക്കാനും സാധിച്ചില്ല. ആ നഷ്ടം ഇനി എന്തായാലും ഞാൻ നിന്നിൽ കൂടെ നികത്താൻ പോവുകയാണ്. നിൻ്റെ പഠിത്തത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എത്രത്തോളം പഠിക്കാവോ അത്രത്തോളം നീ പഠിച്ചോ, അതിനി ഞാനായിട്ടൊരിക്കലും തടസ്സം നിൽക്കില്ല എന്ന് അബൂബക്കർ പറയുവാണ്. അബൂബക്കർ ഈ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി അമ്പരന്നിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ നൂർജഹാനും സുബൈദയും. നൂർജഹാന് ഭയങ്കര സന്തോഷമായി. യഥാർത്ഥത്തിൽ അബൂബക്കർ ഇങ്ങനെ മാറിയെങ്കിൽ അത് നൂർജഹാൻ്റെ ഭാവിക്കും എല്ലാവർക്കും നന്നായേനെ. പക്ഷേ അവനെങ്ങനെ മാറുമോ എന്നുള്ളതറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അബൂബക്കർ എന്തിൻ്റെ പുറപ്പാടാണ്? പുലി പതുങ്ങിയിരിക്കുന്ന ഇരയെ പിടിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും കുനിഷ്ഠ ബുദ്ധിയോടുകൂടിയാണോ അബൂബക്കർ വന്നിരിക്കുന്നത് ഈ പരിപാടിയും കൊണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് അടുത്ത റിവ്യൂവുമായി കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.